ജ്യോതി മൽഹോത്ര പാകിസ്ഥാന് വേണ്ടി വിവരങ്ങൾ ചോർത്തിക്കൊടുത്തതിന്റെ പേരിൽ പോലീസ് പിടിയിലായ യൂട്യൂബർ. പാക് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി ബന്ധം പുലർത്തിയെന്നും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ കൈമാറിയെന്നും കണ്ടെത്തിയാണ് ഹരിയാന സ്വദേശിയായ ജ്യോതിയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂർ വിവരങ്ങൾ, ബ്ലാക്ക് ഔട്ട് വിവരങ്ങൾ തുടങ്ങി ഇന്ത്യയുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങളാണ് ജ്യോതി പാക് ഇന്റലിജൻസിന് കൈമാറിയത്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ള ശൃംഖലയുമായി ജ്യോതിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയതിൽ തനിക്ക് ഖേദമില്ലെന്നും കണ്ടെത്തിയതെല്ലാം സത്യമാണെന്നും സമ്മതിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. ആരാണ് ജ്യോതി മൽഹോത്ര? ഹരിയാനയിലെ ഹിസർ സ്വദേശിയായ ഒരു സാധാരണ സ്ത്രീ എങ്ങനെ ഇന്ത്യ ഒറ്റുകൊടുത്ത ചാരവൃത്തിയുടെ കണ്ണിയായി? ട്രാവൽ ലൈഫ് വ്ലോഗർ എന്നറിയപ്പെടുന്ന ജ്യോതിയുടെ ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിൽ 3.85 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത്. പാകിസ്ഥാൻ, തായ്ലൻഡ്, ഇന്തോനേഷ്യ തുടങ്ങി നിരവധി രാജ്യങ്ങളിലൂടെ അവർ സഞ്ചരിക്കുന്ന വീഡിയോകളും യാത്രയ്ക്കുടനീളം പാകിസ്ഥാനെ പ്രശംസിക്കുന്നതും കാണാം. അവിടുത്തെ ട്രെയിനുകളുടെയും ബസ്സുകളുടെയും ആഡംബരത്തെക്കുറിച്ചും ലാഹോറിലും പാകിസ്ഥാനിലെ മറ്റ് നഗരങ്ങളിലെയും ജീവിത രീതിയെക്കുറിച്ചുമെല്ലാം സംസാരിക്കുന്ന വീഡിയോയ്ക്ക് നിരവധി കാഴ്ചക്കാരുമുണ്ട്. 2023 കമ്മീഷൻ ഏജന്റുമാർ വഴി ക്രമീകരിച്ച വിസ ഉപയോഗിച്ച് ജ്യോതി മൽഹോത്ര ആദ്യമായി പാകിസ്ഥാൻ സന്ദർശിച്ചത്. ഈ സമയത്ത് ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈ കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ ഡാനിഷ് എന്ന എഹ്സാനുൽ റഹീമുമായി ബന്ധപ്പെടുകയും പിന്നീട് റഹീമുമായി അടുത്ത ബന്ധം വളർത്തിയെടുക്കുകയും അദ്ദേഹം അവരെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിലേക്ക് മടങ്ങിയതിനു ശേഷവും ജ്യോതി മൽഹോത്ര ഈ രഹസ്യാന്വേഷണ ഏജൻസി അംഗങ്ങളുമായി ബന്ധം പുലർത്തിയിരുന്നുവെന്നും ഹരിയാനയിലും പഞ്ചാബിലും വ്യാപിച്ചു കിടക്കുന്ന ചാരവൃത്തി ശൃംഖലയുടെ ഭാഗമായി ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കങ്ങളുടെയും സ്ഥലങ്ങളുടെയും വിശദാംശങ്ങൾ പങ്കുവെച്ചെന്ന വിവരവും പുറത്തുവന്നു. 2023 പാകിസ്ഥാൻ സന്ദർശിക്കാൻ 10 ദിവസത്തെ വിസയാണ് ഡാനിഷ് അവർക്ക് ഒരുക്കി കൊടുത്തത്. പാകിസ്ഥാനിൽ ജ്യോതി മൽഹോത്ര ഉന്നത പാർട്ടികളിൽ പങ്കെടുത്തതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നടന്ന ഇഫ്താർ വിരുന്നിലും ജ്യോതി പങ്കെടുത്തിരുന്നു. ഇതിനു പുറമെ വാട്സ്ആപ്പ്, സ്നാപ്ചാറ്റ്, ടെലിഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു ജ്യോതി മൽഹോത്ര. പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുമായി പോലും ജ്യോതി മൽഹോത്രയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. കപിൽ ജെയിൻ എന്ന അക്കൗണ്ടിൽ നിന്ന് ദേശീയ സുരക്ഷാ ഏജൻസിയോട് ജ്യോതി നിരീക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് 1 വർഷം മുൻപ് ഒരാൾ എക്സിൽ കുറിച്ചതും അറസ്റ്റിന് പിന്നാലെ ചർച്ചയാകുന്നുണ്ട്. 3 മാസം മുൻപാണ് ഭീകരാക്രമണം നടന്ന പഹൽഗാം ജ്യോതി സന്ദർശിച്ചത്. സന്ദർശനത്തിന് പിന്നിലുള്ള ഉദ്ദേശം ഇന്നും വ്യക്തമല്ല. വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ചാര ശൃംഖലയുടെ പ്രധാന കണ്ണിയായി അന്വേഷണ സംഘം കരുതുന്നതും ജ്യോതി മൽഹോത്രയെയാണ്.